നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ ചുറ്റിത്തിരിഞ്ഞ നിലമ്പൂർ രാഷ്ട്രീയം. ജമാഅത്ത് പിന്തുണ ഒരു കാലത്തും വാങ്ങിയിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. പിന്തുണ ഏതൊക്കെ കാലത്ത് എന്ന് അക്കമിട്ട് നിരത്തി വെൽഫെയർ പാർട്ടി അധ്യക്ഷൻ റസാഖ് പാലേരിയും രംഗത്തെത്തി. ജമാഅത്ത് മതരാഷ്ട്രം എപ്പോൾ ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്ന് കാന്തപുരം വിഭാഗം സംസ്ഥാന നേതാക്കൾ ആവർത്തിച്ചാവശ്യപ്പെടുന്നത് UDF-ന് തലവേദനയാണ്. അതേസമയം ഹിന്ദു മഹാസഭ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഹിമവൽ ഭദ്രാനന്ദനും ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ പിന്തുണയാണ് ഇന്ന് ചർച്ചയാവുന്നത്. ശ്രീ VK സനോജ് CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ജമാഅത്തെ ഇസ്ലാമി എന്നാണ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത് എന്ന് CPM മാത്രമല്ല SSF-ന്റെ മുഖവാരികയായ റിസാല ചോദിക്കുന്നു. അതുപോലെ തന്നെ ആ വിഭാഗത്തിലെ നേതാക്കൾ ചോദിക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഏകപക്ഷീയമായി പിന്തുണ നൽകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു അദൃശ്യ സഖ്യകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിഭാഗങ്ങളും വരുന്നത് UDF-ന് യഥാർത്ഥത്തിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? ഇവിടെ ഈ അദൃശ്യ സഖ്യകക്ഷി എന്നൊരു ടേം UDF-ൽ ഇല്ല എന്ന് ശ്രീ അഭിലാഷ് മനസ്സിലാക്കണം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അവരൊരു രാഷ്ട്രീയ നിലപാട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചു. അത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ അവർ പ്രഖ്യാപിച്ച് പോരാറുണ്ട്. അവരുടെ പിന്തുണക്ക് ഇത്തവണ ഞങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് എന്നുള്ളതാണ് അവരുടെ പിന്തുണയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊക്കെയുള്ള പ്രചാര വേലകളുമായിട്ട് അവർ രംഗപ്രവേശം ചെയ്യുന്നത്. അതേസമയം തന്നെ PDP എന്നൊരു മറ്റൊരു പാർട്ടിയുടെ പിന്തുണ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ അവർ പറയുന്നുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെയുള്ള മുൻകാല കേരള രാഷ്ട്രീയ ചരിത്രം അതെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമായി തോന്നിയുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് 2008 കേരള നിയമസഭയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് ശ്രീ ആര്യാടൻ മുഹമ്മദ് സംസാരിച്ചപ്പോൾ അന്ന് അതിന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ തെളിവാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് ആശയപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്നീട് വന്ന വെൽഫെയർ പാർട്ടിയൊക്കെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോയത് കേരളത്തിൽ CPM ആയിരുന്നു. അതൊരു പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. അത് പിണറായി വിജയൻ പത്രസമ്മേളനത്തിലൂടെ ശരിവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശായി മാനി മുഖപ്രസംഗം എഴുതിയത് താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ 2008 അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ കേരള നിയമസഭയിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു. അതിനുശേഷം UDF ഭരണം വന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയ്ക്ക് വിരുദ്ധമായതും ദേശീയ താല്പര്യത്തിന് എതിരായതുമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയാണെന്ന് UDF-ന്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ 2014 ജനുവരി മാസം 18-ാം തീയതി കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഭരണഘടനയ്ക്ക് വിരുദ്ധവും ദേശ താല്പര്യത്തിന് വിരുദ്ധവുമായ നിലപാട് സ്വീകരിച്ചിരുന്ന, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചിരുന്ന ഈ പ്രസ്ഥാനം പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് സ്വീകാര്യരായി വരുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുമല്ലോ. എന്ന് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്താണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ, അതിൻ്റെ രാഷ്ട്രീയത്തെ, അതിൻ്റെ സ്ഥാപകനെ, സംവാദത്തിന് SIO-യെയും സോളിഡാരിറ്റിയെയും ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയും വെല്ലുവിളിച്ചിട്ടുള്ള നേതാവ് ആര്യാടൻ ഷൗക്കത്താണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എന്താ തോന്നുക? ഇവിടെ അഭിലാഷ്, ഇവിടെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്ത വിധം അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾക്കൊക്കെ വിരുദ്ധമാം വിധം മാറി മറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യയിൽ ഇന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ പല കാലങ്ങളിലായിട്ട് കോൺഗ്രസിനെ എതിർത്ത് പോകുന്ന പല ആളുകളും കോൺഗ്രസിൻ്റെ ഒരു പിന്തുണക്കാരായിട്ടോ കോൺഗ്രസിനോടൊരു അഭ്യുദയകാംക്ഷ പ്രകടിപ്പിച്ചൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ആ മുന്നോട്ട് വരുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടുമായി വരുന്ന ആളുകളെ ഒന്നും പിരിച്ചുവിടേണ്ട ഒരു കാര്യം, അത്തരമൊരു നൈതികതയോ രാഷ്ട്രീയ ധാർമ്മികതയോ ഒന്നും അങ്ങേയറ്റത്തത് പ്രകടിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കാലത്തും കേരളത്തിലില്ല. അപ്പോൾ അത്തരമൊരു പിന്തുണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഒരാൾ തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ചോദ്യമോ പ്രശ്നമോ ഉദിക്കുന്നില്ല. ഞങ്ങളൊരിക്കലും ഇവരെ ഏതെങ്കിലും തരത്തിൽ വെള്ളപൂശി പരസ്യമായി പ്രദർശിപ്പിച്ച് കൊണ്ടു നടന്നിട്ടില്ല. അതൊക്കെ ചെയ്തു പോന്നിരുന്നത് CPM ആണ്. അവരിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ വർജ്യമായൊരു വസ്തുവായി തീരുന്ന ഒരു രാഷ്ട്രീയം അത് അവർ പയറ്റുകയാണ്. അതിന് വളരെ കൃത്യമായ മറുപടി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളും പ്രതിനിധികളും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ആ ബന്ധവും ബാന്ധവവും ഒക്കെ അത്രമാത്രമായിട്ട് പരിമിതപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
ശരി, അവിടെ ശ്രീ വി കെ സനോജ്, അഭിലാഷ്, പിന്തുണ നൽകിയത് വേണ്ട എന്ന് ആരെങ്കിലും പറയോ? ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു, അവർ വേണ്ട എന്ന് പറയണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ PDP പിന്തുണ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല PDP എന്ന് പറഞ്ഞാൽ പീഡിത ജനവിഭാഗമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. PDP-യുടെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. പോട്ടെ, PDP-ക്ക് ഒരു 600-700 വോട്ടുണ്ടെന്ന് വെക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു 10,000-3000 വോട്ടുണ്ടെന്ന് വെക്കാം. 5 വോട്ട് തികച്ചില്ലാത്ത ഹിന്ദു മഹാസഭ, അത് ഒറിജിനൽ ഹിന്ദു മഹാസഭയാണോ എന്ന് പോലും അറിയില്ല, അങ്ങനെയല്ല എന്ന് മറ്റൊരാൾ പറയുന്നു. എന്തായാലും ഹിന്ദു മഹാസഭ എന്ന മേൽവിലാസത്തിലുള്ള ഒരു കക്ഷി ഇങ്ങനെ പിന്തുണ പറഞ്ഞപ്പോൾ പോലും അത് വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയാത്ത കാര്യം UDF പറയണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ശക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ ഈ മതഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയും. ജമാഅത്തെ ഇസ്ലാമി അതൊരു ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരെ അംഗീകരിക്കുകയും അവരെ പുകഴ്ത്തുകയും അവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെയും അതിൻ്റെ പരിപാടികളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ സങ്കല്പം നമ്മുടെ അടിസ്ഥാനപരമായി ജനാധിപത്യ മൂല്യങ്ങൾക്ക്, ജനാധിപത്യ സങ്കല്പങ്ങൾക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDF-ന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി. അതൊരു നിലപാടാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950-ലാണ്. 1950-ന് ശേഷം പലവട്ടം ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അന്ന് ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, ആ പിന്തുണയെ ശ്ലാഘിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രം അല്ലല്ലോ ഇത് പറയേണ്ടത്. ഇപ്പോൾ UDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ ഭരണഘടനയെ നിന്ദിക്കുന്ന, അതല്ലെങ്കിൽ ആഗോള മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളെ ആരാധിക്കുന്ന പ്രസ്ഥാനമായി മാറുന്നത് എങ്ങനെയാ? പണ്ടും അങ്ങനെയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഗത്യന്തരമില്ലാതെ ഇടതുപക്ഷത്തെ പിന്തുണക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി എന്നൊക്കെയല്ല നിങ്ങളിപ്പം ചില ചർച്ചകളിൽ ആളുകൾ പറയുന്നത്. എന്തായിരുന്നു ദേശാഭിമാനി മുഖപ്രസംഗത്തിന്റെ യഥാർത്ഥ വിഷയം എന്ന് ചോദിച്ചാൽ, അത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ 9 ദിവസം നീണ്ടുന്ന സമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റിനെതിരായിട്ട് അവർ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഘാട്ട് കരാറിനെ പിന്തുണച്ച സംബന്ധിച്ചും ജനദ്രോഹ നിലപാടുകൾക്കെല്ലാം എതിരായി ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം CBCI എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ദേശാഭിമാനി പത്രം ഒരു എഡിറ്റോറിയൽ എഴുതിയത്. ആ എഡിറ്റോറിയലിനകത്ത് പറയുന്ന ഒരു ഭാഗത്തെ പരാമർശം മാത്രം ഞാൻ പറയാം. ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ നിഗമനങ്ങൾ ഇങ്ങനെയാണെന്നിട്ട് കുറെ കാര്യങ്ങൾ പറയാണ്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായിട്ടും നമ്മുടെ പാർട്ടി നിലപാട് ആ എഡിറ്റോറിയൽ തന്നെ വളരെ കൃത്യമായും പറയുന്നുണ്ട്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആ എഡിറ്റോറിയലിനകത്ത് തന്നെ പറയുന്നുണ്ട്. അത് ഇവർ ഒരിക്കലും പറയുന്നില്ല. ലോകത്തെവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. CBCIയുടേതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ചെന്നെത്തിയിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ എഡിറ്റോറിയലിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇതാ പിന്തുണച്ചിരിക്കുന്നു, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആ എഡിറ്റോറിയലിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ എഡിറ്റോറിയലിലെ ഒരു ഭാഗത്തെ മാത്രം അടർത്തിയെടുത്തിട്ട് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞോ? 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ? 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്തുണച്ചപ്പോ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ? 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞോ? അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ ഇപ്പൊ UDF പിന്തുണ വേണ്ട എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിടത്തും പിന്തുണ വേണമെന്ന് പറഞ്ഞിട്ടില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ വേണ്ടി ഇവരുടെ പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങിയിട്ട് പ്രസ്താവന ഇറക്കി. അതാ ഇവിടെ ഗൗരവമായ പ്രശ്നം. ഞങ്ങളൊരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് വോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ
CBCIയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആ കാലത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു ഭാഗം മാത്രമാണ് എഡിറ്റോറിയൽ എഴുതിയത്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നല്ല നിലപാട് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വാഗതം ചെയ്തിട്ടില്ല. പക്ഷേ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിങ്ങോട്ട് വരട്ടെ, ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെയല്ല, ഇപ്പൊ കുറച്ച് നന്നായിട്ടുണ്ട് എന്നാണ് VD സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. ആ നിലപാടിനോട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. കേരളത്തിലെ SYS സുന്നി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ശക്തമായ നിലപാട് രേഖപ്പെടുത്തി. ആ നിലപാടിനോട് VD സതീശന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം എന്താണ് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയാണ്. അവർ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ വാങ്ങുന്ന ആളുകളൊക്കെ വെള്ളം പൂശിയിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. പോട്ടെ, 96 എഡിറ്റോറിയൽ താങ്കൾ വായിച്ചു. 2011 ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ ആരിഫ് അലി അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനെ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. 2011 തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. അന്ന് പിണറായി വിജയൻ കൊടുത്ത മറുപടി എന്താണ്? ഒരു മതസംഘടനാ നേതാക്കൾ ഞങ്ങളെ വന്നു കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനാണ് വിഭ്രാന്തി എന്ന് പിണറായി വിജയൻ ചോദിച്ചില്ലേ രമേശ് ചെന്നിത്തലയോട് 2011? ഇപ്പൊ വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ അവർ വിവിധ ലോക സംഭവ വികാസങ്ങളെ ഇസ്ലാമിക വീക്ഷണത്തിലൂടെ കാണുന്ന ഒരു സംഘടനയും, നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഭീകരവാദികളും ആഗോള മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളുമാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് അഭിലാഷ്, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടത് ഇതായി വോട്ട് ധാരണയാണ്, ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒത്തുചേരലാണ് എന്നും എവിടെയും ന്യായീകരിച്ചിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ പ്രകടമായിട്ട് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചിരിക്കുന്നു. ഇവർ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ STPയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞു STPയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട. ഞങ്ങൾ എവിടെയും പറയും വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഒരു ഭീകരവാദിയുടെയും വോട്ട് വേണ്ട. ഇപ്പോഴത്തെ കാര്യം മാത്രം ചോദിക്കട്ടെ. ഇപ്പോ സ്വരാജ് പറഞ്ഞല്ലോ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതിയെന്ന്. ഓക്കെ, അത് നിലപാടാണല്ലോ. ആ നിലപാടാണെങ്കിൽ ഇപ്പോ സനോജ് പറയോ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഞങ്ങൾക്ക് PDPയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ വോട്ട് വേണ്ട, വർഗീയത ഇല്ലാത്ത മനുഷ്യരുടെ മാത്രം വോട്ട് മതിയെന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച PDPയുടെയും ഹിന്ദു മഹാസഭയുടെയും വോട്ട് വേണ്ട എന്ന് പറയോ? ഇപ്പൊ പറയോ? പറയാം. PDPയോട് ഞങ്ങളുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചോ? PDP പഴയ PDP അല്ല. PDP നേരത്തെ അവർ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് തള്ളി ഞങ്ങൾക്ക് നേരത്തെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ നിലപാട് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിൽ ആ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം PDP ഒരു ജനാധിപത്യപരമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതാ ഈ തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നല്ല വഴിയിലേക്ക് നടന്നു വരുന്ന ആളുകളെ നിങ്ങൾ തീവ്രവാദികൾ തന്നെയാണ് എന്ന് ചാപ്പ കുത്തിയിട്ട് അപ്പുറത്ത് നിർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് PDPയെ കാണുന്ന പോലെയല്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും പാർട്ടി സെക്രട്ടറി എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അവർ സമീപകാലത്ത് മാറ്റുകയും 2023 അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ 57 ഭരണഘടനയിൽ പറയുന്ന പല കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ അതിൽ നിന്ന് മാറ്റുകയും പുതിയ ആധുനിക ജനാധിപത്യ സംവിധാനത്തെ സ്വീകരിക്കുകയും ചെയ്തു. രേഖാമൂലം ഭരണഘടനാപരമായി ഭരണഘടന മാറ്റി. ഇപ്പൊ PDP മാറ്റി, അതുകൊണ്ട് അവർ നന്നായി, അതുകൊണ്ട് അവർ ഓക്കെ ആണെന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന മാറ്റിയല്ലോ, എന്നിട്ടും അവർ മോശമാണെന്ന് പറയുന്നു. ഒറ്റ കാരണമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണം. അഭിലാഷിനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം PDP രൂപീകരിക്കാനിടയായ സാഹചര്യവും PDP മുന്നോട്ട് വെച്ച ആശയങ്ങളും അതെല്ലാം വ്യത്യസ്തമായ ഒരു നിലയാണ്. PDPക്ക് മുന്നേ ISS ആയിരുന്നു. ISS കുറെ കൂടി തീവ്രമായ നിലപാട് ഉയർത്തിപ്പിടിച്ചു. ബാബറി മസ്ജിദിന്റെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ മദനി എന്ന് പറയുന്ന ഒരു നേതാവ് ഉയർന്നു വന്ന് ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം, അത് തെറ്റായിരുന്നു എന്ന് മദനി തന്നെ തിരിച്ചറിയുകയും അത് തള്ളിപ്പറയുകയും ചെയ്ത് മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ മാറി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അത് ആഗോളാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് മതരാഷ്ട്രം സ്ഥാപിക്കലാണ്. നിലവിലുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്തവരാണ്. പിന്നെ എന്തിന് അവർ ഭരണഘടന മാറ്റിയെന്ന് ചോദിച്ചാൽ അവരുടെ നിലവിലുള്ള ഭരണഘടനയും വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
അവിടെ നിലവിലുള്ള ഭരണഘടന വെച്ച് മുന്നോട്ട് പോയപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. എന്താണ്? അവർ നിലവിലുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്തവരാണ്, അവർ രാജ്യദ്രോഹികളാണ് എന്ന നിലയിലുള്ള നിലപാടെന്ന് സ്വീകരിച്ചു. അപ്പൊ നിരോധിക്കപ്പെടും എന്ന് വന്നപ്പോ, ഞങ്ങളെല്ലാം അകത്താവുമെന്ന് വന്നപ്പോ തൽക്കാലം തടി കൈച്ചലാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെ അവർ കേരളത്തിൽ അവരുടെ ഫോട്ടോ വെച്ച് നടത്തിയ പ്രകടനം മാത്രം നോക്കിയാൽ മതി. അഭിലാഷേ, ഞാൻ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിലൊരു സമരത്തിൽ നേതാക്കളുടെ ഫോട്ടോ വെച്ച് നടത്തിയ പ്രകടനത്തിന്റെ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് നൗഷാദ് അലി, ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ UDF നിന്ന് തന്നെ എത്രയോ ശക്തമായ ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള നിലപാട്, മുസ്ലിം ലീഗിനകത്ത് KM ഷാജിയും മുനീറും അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തിന് നമ്മുടെ സമീപകാലത്താണ്, ഒരുപാട് കാലം മുമ്പൊന്നും ടെലിവിഷൻ ചർച്ചകളൊക്കെ വന്നിട്ടുള്ള കാലത്ത് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും അതിന്റെ പല നേതാക്കളും സ്വീകരിച്ചിട്ടുള്ള അതിനിശ്ചിതമായ നിലപാടുണ്ട്. എനിക്ക് തോന്നുന്നു മൗലാന മൗദൂദിയെ കമ്പോട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് വിലയിരുത്തി കൃത്യമായി ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാൾ ആര്യാടൻ ഷൗക്കത്താണ്. ഒരു തരത്തിലും ജനാധിപത്യത്തെ സ്വീകരിക്കാത്ത, ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആര്യാടൻ ഷൗക്കത്ത് മാതൃഭൂമിയിൽ ലേഖനം എഴുതുന്നത് 2016 നോക്കൂ, മോദി വന്നതിന് ശേഷം ഉള്ള 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് ആ നിലപാട് പ്രഖ്യാപനം. അതിൽ എന്ത് രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നാണ് പറയുന്നത്? അഭിലാഷ്, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം അത് എനിക്ക് ആശയപരമായ ദൃഢതയുള്ളത് കൊണ്ടാണ് ഞാനത് വ്യക്തമാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ വീക്ഷണങ്ങളോടോ നയസമീപനങ്ങളോടോ യാതൊരു തരത്തിലും ഒത്തുപോകുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റേതും അല്ലെങ്കിൽ UDFൻ്റേതും ഒക്കെ. പ്രത്യയശാസ്ത്രപരമായിട്ട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ഭിന്നതകളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ പിന്തുണ പറയുമ്പോൾ ഇവിടെ PDPയും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നാണല്ലോ നമ്മുടെ ചർച്ച. ഞാൻ ഇവിടെ അഭിലാഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ കേരളത്തിൽ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഫോടന കേസിൽ പ്രതിയായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തീവ്രവാദ ഭീകരവാദ ബന്ധമുള്ള ഏതെങ്കിലും കേസിൽ ഈ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും പ്രതിയായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. രണ്ടാമതായിട്ട് PDP എന്നൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ മാനദണ്ഡങ്ങൾ വെച്ച് ആ പാർട്ടിയെ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്, എന്താണ് വർഗീയവാദി, എവിടെയാണ്, ആരൊക്കെയാണ് ചേർന്ന് പോകുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ്. ഇവിടെ CPMനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അവരാരെയും വെള്ളപൂശും, എന്നാൽ അവരോട് പിണങ്ങി മാറിക്കഴിഞ്ഞാൽ അവർ തീവ്രവാദിയാക്കും, ഭീകരവാദിയാക്കും. ഇപ്പോൾ ഇത് രാഷ്ട്രീയമാണല്ലോ, ഇത് നാളെ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഈ വെൽഫെയർ പാർട്ടിയും CPMും തമ്മിലൊരു ധാരണയുണ്ടെങ്കിൽ ഇതേ CPMമാർ നേരെ തിരിച്ചും പറയാൻ തുടങ്ങും. കാരണം അപ്പോൾ പിന്നെ ഈ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കോർപ്പറേറ്റ് സാമ്രാജ്യത്വ സയനിസ്റ്റ് കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ആ പ്രതീകങ്ങളായിട്ട് അവർ പറയാൻ തുടങ്ങും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവസരവാദപരമായ സമീപനങ്ങളാണ് അവർ സ്വീകരിക്കുക. ഞാൻ 94-95 കാലത്ത് നമ്മുടെ തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് EMS നമ്പൂതിരിപ്പാട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത്. കാരണം ഇവിടുത്തെ അന്നത്തെ സുലൈമാൻ സേട്ടുവും അതുപോലെ തന്നെ ഇതേ അബ്ദുൽ നാസർ മഅദനിയൊക്കെ മഹാത്മാഗാന്ധിക്കും തിലകനൊക്കെ തുല്യരാണ്, അവരൊക്കെ ആ ഒരു സമാന പരിവേഷത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയെ ചൂഷണം ചെയ്യാൻ പരസ്യമായിട്ട് അതിന് പ്രത്യയശാസ്ത്ര ഊടും പാവും ഒക്കെ നൽകിയിട്ട് EMS മുതലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതും ഇതേ ജില്ലയിൽ തന്നെ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇന്ന് അതേ ജില്ലയുടെ മറ്റൊരു ഭാഗത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവരിപ്പോഴും ഇത്തരത്തിലൊക്കെയുള്ള വർഗീയ പ്രക്ഷേപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഒരു കാലത്തും ഒരു നിലപാടും ഒരു നയവും ഒരു തരത്തിലുള്ള ഒരു വാക്കിനും പ്രവർത്തിക്കും തമ്മിലുള്ള ഒരു ബന്ധമൊന്നും ഈ വിഷയത്തിൽ ഒരു കാലത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ ഞങ്ങളുടെ വിരുദ്ധ ചേരിയിലാണ്. വൈരുദ്ധ്യം പക്ഷേ തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ ശരി, വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു, ശരി, അത്രയും ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ജമാഅത്തെ ഇസ്ലാമി പഴയ മതരാഷ്ട്ര നിലപാട് ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? SYS ആണ്, AP വിഭാഗം സുന്നി സംഘടനകളാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത് എന്ന് അവരാണ് ചോദിക്കുന്നത്. 2014 UDF സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറിയെങ്കിൽ അത് എങ്ങനെ മാറി എന്ന് കോൺഗ്രസ് അല്ലേ പറയേണ്ടത്?
ഇവിടെ അഭിലാഷ, ഇവിടെ ഈ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യം വളരെ വ്യക്തമായിട്ട് എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കൂലങ്കഷമായിട്ട് ഇവരുടെ ഭരണഘടന മുമ്പും പിമ്പും ഒന്നും പിന്നെ തലമുടി നാരിഴ കീറി വിശകലനം ചെയ്ത് അപഗ്രഥിച്ച ഒരാളല്ല. അതുകൊണ്ട് അത്തരമൊരു ചർച്ചയൊക്കെ നമുക്ക് നിങ്ങൾ പിന്നൊരു ദിവസം വെക്കുകയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആളുകളോട് ചോദിക്കണം. ഞാനതിന് ആളല്ല. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരോ വിഡ്ഢികളോ ഒന്നുമല്ല. അവർക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധവും ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട പക്ഷത്തേക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയാം. അപ്പോൾ വിജയിക്കുന്ന ഒരു പക്ഷം വിജയിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കെറുവിച്ചും അസൂയ മൂത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറഞ്ഞും ഒക്കെ ഇതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇത്തരമൊരു ചർച്ചയിൽ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിനെ തളച്ചിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ സംസ്ഥാനത്ത് നീറുന്ന നിരവധിയായ വിഷയങ്ങളുടെ പരിച്ഛേദമാണ് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം. അവിടെ മലയോര രാഷ്ട്രീയമുണ്ട്, വനം വന്യജീവി വിഷയങ്ങളുണ്ട്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവൻ്റെ നിലനിൽപ്പിന് ആധാരമായ വിഷയങ്ങളാണ് അവിടെ ചർച്ചയ്ക്കെടുക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള പിന്നെ ഇക്കിളി പൈങ്കിളി ലുട്ടാപ്പി കഥകളുടെ പിന്നെ വർഗീയ രാഷ്ട്രീയത്തിനൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് ഈ ചർച്ചയിൽ വല്ല പ്രസക്തിയില്ല. ശരി, ഓക്കെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, PDPയും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമല്ല ഹിന്ദു മഹാസഭ എന്നുള്ള ഒരു കക്ഷി കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഹിന്ദു മഹാസഭയാണ് ഒറിജിനൽ എന്നുള്ള തർക്കം നടക്കുകയാണ്. തോക്ക് സ്വാമിയുടെ ഹിന്ദു മഹാസഭയാണോ, ബീഫ് സ്വാമിയുടെ ഹിന്ദു മഹാസഭയാണോ ശരിക്കുള്ള ഹിന്ദു മഹാസഭ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തർക്കം. ഇന്നിപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞത് ഒറിജിനൽ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരുന്നു. ബി ഗോപാലകൃഷ്ണനും PK കൃഷ്ണദാസും ഒക്കെ പോയി അവരെ പറഞ്ഞ് നിർബന്ധിച്ച് ആ സ്ഥാനാർത്ഥിയെ മാറ്റി. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സ്ഥാനാർത്ഥിയില്ല, പക്ഷേ മനസാക്ഷി വോട്ട് ചെയ്യും. സനാതന ധർമ്മത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വരാജ് സ്വീകരിച്ചു. ആര്യാടനാണ് കുറച്ചുകൂടി മെച്ചമെന്ന് ഹിമവൽ ഭദ്രാനന്ദൻ പറയുന്നു. വേറൊരു സ്വാമി, എന്തോ ഒരു പേരുള്ള സ്വാമി, സ്വാമി സ്വരൂപാനന്ദം എന്ന് പറയുന്ന സ്വാമി പറയുന്നു ഞങ്ങൾ LDFനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എന്താ കഥ ഇതൊക്കെ? എനിക്കറിയില്ല. സ്വാമിമാരെന്ന് പറയുമ്പോൾ കുറേ കാവട്ടിക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. രാമായണത്തിൽ വേഷം കെട്ടിട്ട്, സന്യാസിയുടെ വേഷം കെട്ടിട്ടല്ലേ രാവണൻ വന്നത്. അങ്ങനെ കുറേ കാപട്യക്കാർ രാമായണത്തിൽ സീതയെ അടിച്ചു മാറ്റാൻ വന്നു. ഇവിടെ ചിലപ്പോൾ പണം മേടിക്കാൻ വന്നവരായിരിക്കും. എനിക്കിതറിയില്ല. ഞാനിതിനെക്കുറിച്ച് അങ്ങനെ ഈ വക തട്ടിപ്പ് സ്വാമികളുടെ പിന്നാലെ നടക്കാറില്ലാത്തതുകൊണ്ട് എനിക്കതറിയില്ല. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ അഭിപ്രായവും അല്പം വ്യത്യസ്തമാണ്. കാരണം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ കേരളത്തിലെ വോട്ടർമാരെ പൊട്ടന്മാരാക്കരുത്. അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയന്മാർ, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇനി അവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ, അവർ അല്പമെങ്കിലും കേരളത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർ അല്പമെങ്കിലും ഈ തട്ടിപ്പ് കമ്പനിക്കാരെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നത്, വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ലാത്തവരാണ് ഈ രണ്ടെണ്ണം. വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ല. ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്നത് മതേതരത്വം. ഇവർ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മതവർഗീയവാദികൾ മാത്രമല്ല ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞു കേട്ടു, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇന്നലത്തെ മാതൃഭൂമി ചർച്ചയിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തി മിസ്റ്റർ അഭിലാഷ് മോഹനോട് സംസാരിച്ചത് എന്താ? ഞങ്ങൾ 2015 കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ട് മുഖമടക്കമുള്ള പല സ്ഥലങ്ങളിലും ഭരണം നടത്തിയിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? പല വേദികളിലും ഞങ്ങളൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നതല്ലേ? അപ്പോൾ അതേ സമയത്ത് ആ സമയത്ത് 2015 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിൽ അവർ പിന്തുണച്ചത്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത്, വെൽഫെയർ പാർട്ടി പിന്തുണച്ചത് ഇവരെയാണ്. അതിനുശേഷമാണ് ഇടതുപക്ഷത്തെയാണ്. ആ സമയത്താണ് 2014 കേരള ഹൈക്കോടതിയിലേക്ക് ഒരു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലം ഇന്ത്യൻ ഭരണഘടനയെയും, ഞാനത് വായിക്കാം, സത്യവാങ്മൂലം ഇന്ത്യൻ ഭരണഘടനയെയും ഭരണ നിയമ വ്യവസ്ഥകളെയും അംഗീകരിക്കാത്തതും. എന്താ കേൾക്കണില്ല? അല്ല, അത് ഇവിടെ ഉന്നയിക്കപ്പെട്ടു, പറയണമെന്നില്ല എന്ന് പറഞ്ഞതാ.
ഓക്കെ, അല്ലല്ല, അതിനകത്ത് വരികളുണ്ട്. ഉന്നയിക്കപ്പെട്ടത് ശരി. ആ വരികൾ നാട്ടുകാരൊന്ന് കേട്ടോട്ടെ. ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണഘടനാ നിയമവ്യവസ്ഥകളെയും അംഗീകരിക്കാത്തതും ഇടത് തീവ്രവാദ മത തീവ്രവാദ സംഘടനകളുമായി യോജിച്ചു പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരുമായിട്ടാണ് 2014 പ്രഖ്യാപിച്ച് ഹൈക്കോടതി കൊടുത്ത ആ സംഘടനയുമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇന്ന് 2025 ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇവർ ഭരണഘടന തലയിൽ വെച്ചിട്ടല്ലേ പാർലമെന്റിലേക്ക് പോയത്? രാഹുൽ ഗാന്ധി എന്തു പറയാനുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ? ഭരണഘടന തലയിൽ വെച്ച് പാർലമെന്റിൽ പോയി ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഭരണഘടനയെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ടാണ് ഈ നിലമ്പൂരിൽ ഇവർ വോട്ട് ചോദിക്കുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പുരബന്ധമില്ല. ജനാധിപത്യത്തെക്കുറിച്ച് പറയും, ഇവർ വാദോരാതെ പ്രസംഗിക്കും. ജനാധിപത്യം തീരെയില്ലാത്ത പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവർ സഖ്യം ചേരും. ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വരി വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഉണ്ടല്ലോ, ആ ഭരണഘടന ഒന്ന് എടുത്ത് വായിക്കണം ഈ കോൺഗ്രസ്സുകാർ. അവരെന്താ പറയുന്നത്? ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ ഒരു സാമൂഹിക നിർമ്മിതി, ഒരു രാജ്യ നിർമ്മിതി ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ. എന്നിട്ട് പറയുന്നത് എന്താ? മനുഷ്യ നിർമ്മിത വ്യവസ്ഥകൾക്ക് പകരം തികച്ചും ദൈവികമായ അധിഷ്ഠിതമായ ഒരു രാജ്യ സൃഷ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? എന്നിട്ട് പറയുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ, ഞാൻ ആ പേര് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ലാതെ വേറെ ഒരു കാഴ്ചപ്പാടിനെയും അംഗീകരിക്കില്ല. വേറൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ പാടില്ല. വേറൊരു കാഴ്ചപ്പാടിനെ സ്വീകരിക്കാൻ പാടില്ല. വേറൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ആ ഭരണഘടന എടുത്ത് വായിക്കാൻ പറ. എന്ന് പറഞ്ഞാൽ പരമത നിന്ദയും ബഹുദൈവ വിശ്വാസികളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ഭരണഘടനയെ എതിർക്കുന്ന ഒരു വിഭാഗം, അവരുമായിട്ടാണ് ഇവർ സഖ്യം ചേർന്നിരിക്കുന്നത്. ആരാണ് സഖ്യം ചേർന്നത്? ഈ ഞാൻ അല്പം വൈകി വന്നല്ലേ, പറയാൻ അനുവദിക്കണം. അല്പം വൈകി വന്നതല്ലേ, ഞാൻ ഒരു സെക്കൻഡിൽ തീർക്കാം പ്ലീസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ വെള്ളം ഊതിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആളാണ് ഈ ഷൗക്കത്ത്. ഈ ഷൗക്കത്ത് അതിശക്തമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എഴുതിയ ആളാണ്. ഇനി ഇതേപോലെ തന്നെ CPM-ന്റെ കാര്യത്തിൽ വന്നാലോ, ഈ കഴിഞ്ഞ ദിവസം നിലപാട് പ്രഖ്യാപിച്ച ആളാണ്. എല്ലാ കാര്യത്തിലും നിലപാടാണ്. ഒരു വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അയാൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് മനുഷ്യൻ്റെ വോട്ട് മതി. മനുഷ്യൻ്റെ പച്ചമാംസം, ആ പച്ചമാംസം ബോംബിട്ട് പൊട്ടിച്ച് ആ മാംസം ഭക്ഷണമായിട്ട് ആ മാംസം വാരി കഴിക്കുന്ന, അല്ലെങ്കിൽ ആ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന മദനി എന്ന് പറയുന്ന മതഭീകരവാദിയുടെ പ്രസ്ഥാനമാണ് PDP. ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കാര്യങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെന്ന്, ഇയാൾക്ക് മനുഷ്യൻ്റെ വോട്ട് മതി എന്ന് പറഞ്ഞാൽ PDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുണ്ടോ? ഉണ്ടാ പറയട്ടെ. ശരി, അത് BJP-യുടെ ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം സനോജിലേക്ക് വരാം, ചർച്ചയിലേക്ക് വേണ്ടി. ശ്രീ VK സനോജ്, നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഒരേപോലെ ആയില്ല എങ്കിൽ അവിടെ ചോദ്യങ്ങൾ വരും. ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി എന്ന് പ്രഖ്യാപിച്ചാൽ ഏത് സമയത്തും എപ്പോൾ ചോദിച്ചാലും അത് അങ്ങനെ തന്നെ ആകണം എന്ന ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന ആഗോള മുസ്ലിം സംഘടനകളുടെ നേതാക്കളെ, അതല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളെ പ്രദർശിപ്പിച്ചു എന്ന്. ശരിയാണ്. ഇപ്പോൾ സോളിഡാരിറ്റിയുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്ന പ്രകടനത്തിൽ ഇഹ്യാ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയയുടെ ഒക്കെ ചിത്രങ്ങൾ വെച്ചതിനെ പരാമർശിച്ചായിരിക്കുമല്ലോ ആ വിമർശനം. നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ 2004 തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററായി അന്നത്തെ ഹമാസിന്റെ കൊല്ലപ്പെട്ട അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പടം ഉണ്ടായിരുന്നു. അബ്ദുൾ അസീസ് റണ്ടീസിയുടെയും ഷെയ്ഖ് മുഹമ്മദ് യാസിന്റെയും വലിയ പടങ്ങൾ വെച്ച് 2004 നിങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ആഗോള ഹമാസിന്റെ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ പടം നിങ്ങൾ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ? ഇവിടെ UDF-ന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് നൗഷാദ് അലി. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇതൊന്നും അത്ര സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇതൊരു ഇക്കിളി പൈങ്കിളി പരമായിട്ടൊരു കാര്യമാണ്, ഇതൊരു ലുട്ടാപ്പി രാഷ്ട്രീയമാണ്, നമ്മൾ ഇതൊന്നല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞങ്ങൾ ഇത് തന്നെ ഇവിടെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് PDP-യുമായി ചേർന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ PDP-യുടെ പിന്തുണയില്ലേ,
എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു വാദമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് ഏതോ ഒരു ഹിന്ദു മഹാസഭയുടെ പിന്തുണയുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഞങ്ങളെല്ലാം കണക്കാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ RSSനെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മുസ്ലിം ബ്രദർഹുഡുമായി RSSനെ ഉപമിച്ച ഒരാൾ ആ മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്ന ഒരു സംഘടനയുമായി നേരിട്ട് അങ്ങനെ ഒളിഞ്ഞും അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന അർത്ഥത്തിലല്ല. ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നു, അവരിപ്പോൾ പഴയ നിലപാടല്ല, അവരുടെ വോട്ട് ഞങ്ങൾക്ക് ഹറാമല്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ PDPയുടെ വോട്ട് വാങ്ങുന്നില്ലേ എന്ന് പറയുന്നു. ഞങ്ങൾ PDPയുടെ വോട്ട് വാങ്ങുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. PDP ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ PDPയുടെ പിന്തുണ വേണ്ട എന്നും ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? PDP പഴയ നിലപാട് ഉപേക്ഷിച്ച് തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കുറേ കാലമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സംഘടന നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോയിക്കോ, നിങ്ങളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന സമീപനം ഞങ്ങൾക്കില്ല. എന്നാൽ അതും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് സംശയം ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. SYS സംശയം പ്രകടിപ്പിച്ചല്ലോ. SYSന്റെ അവരിറക്കിയ പോസ്റ്ററിൽ എന്താ പറയുന്നത്? ഹക്കിമിയത്ത് എന്ന മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചോ എന്ന് ആരാ ചോദിക്കുന്നത്? CPMന്റെ സെക്രട്ടറി അല്ല ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടുള്ള സുന്നി സംഘടനയുടെ യുവജന വിഭാഗമാണ് ചോദിക്കുന്നത്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? ആ ചോദ്യത്തിന് എന്തേ VD സതീശൻ മറുപടി പറയാത്തത്? ആ ചോദ്യം ഇവിടെ മുഴങ്ങുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും ചോദിച്ചല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വെള്ളപൂശേണ്ട കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വെള്ളപൂശാൻ മാത്രം വിശുദ്ധരുടെ പ്രസ്ഥാനമായി മാറിയോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് കോൺഗ്രസിലെ തന്നെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന്, അല്ലെങ്കിൽ പഴയ ആര്യാടൻ ഷൗക്കത്തിന്റെ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് കോൺഗ്രസിന്റെ നേതാവായിട്ട് നൗഷാദ് അലി ആലോചിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് നേരത്തെ ആര്യാടൻ മുൻനിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അണിനിരന്ന കുറച്ച് ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ ഇവർ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അത്തരം നിലപാടെല്ലാം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായും കേരളത്തിൽ ഇത് ചർച്ച ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അത് ഇന്നും പറയും, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. അവരുടെ ഇന്നും ഒരു പിന്തുണയും വോട്ടും അവരുമായിട്ടൊരു കൂട്ടുകെട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുന്ന പ്രശ്നവുമില്ല. PDP ആ ഗണത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൂട്ടിയിട്ടില്ല. PDP നേരത്തെ തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. ആ തീവ്രവാദ സ്വഭാവം അവർ തിരുത്തി മുന്നോട്ട് വന്നപ്പോൾ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. പിന്നെ ഗോപാലകൃഷ്ണൻ എന്തോ വർഗീയതയെ കുറിച്ചൊക്കെ അങ്ങ് പറയുകയാണ്. ഗോപാലകൃഷ്ണൻ RSSന്റെ ഭാഗമായിട്ടുള്ള ആളാണല്ലോ. RSS ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വർഗീയതയും കലാപത്തിനെയും സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ക്ലാസ് എടുക്കാനായിട്ടില്ല. കാശ്മീരിൽ ആരുമായി കൂട്ടിയേർന്ന ഇവർ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? അതിനു മുന്നേ ആ കൂട്ടിയേർന്ന കക്ഷികളുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്തായിരുന്നു? ഇവരുടെ നിലപാടെന്തായിരുന്നു? അപ്പൊ അധികാരത്തിന് വേണ്ടിയിട്ട് ആരുമായും കൂട്ടുചേർന്നതിന്റെ പാരമ്പര്യവും ചരിത്രവും എല്ലാം BJPക്ക് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ വിശുദ്ധരാണ്, കേരളത്തിലെ ആളുകളെല്ലാം പൊട്ടന്മാരാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. BJPയും ഈ കാര്യത്തിൽ UDFനേക്കാൾ അബദ്ധമായ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടിന്റെ കൂടെയായിരിക്കും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആരായിരുന്നു അവിടെ ആദ്യം പ്രകടനം വിളിച്ചത്? SDPI ആണ്. SDPയുടെ പ്രകടനമാണ് കോൺഗ്രസിന്റെ പ്രകടനത്തെക്കാൾ നേരത്തെ അവിടെ ഉണ്ടായത്. SDPI ഏതിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാലോ. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട സംഘടനയാണല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളെല്ലാം ചേക്കേറിയിട്ടൊരു ഇടമാണല്ലോ SDPI. ആ SDPI ആയിട്ട് കൂട്ടുകൂടാൻ ഇവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. ആ SDPയുടെ വോട്ട് വാങ്ങുമോ എന്ന് നേരിട്ട് മൈക്കിങ്ങനെ വായിൽ കുത്തി ചോദിച്ചപ്പോ വേണ്ട എന്നോ വേണോ എന്നോ പറയാതെ തടിതപ്പിയിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടതല്ലേ. ഇതെല്ലാം നമുക്ക് ഈ സമീപകാലത്തുള്ള അനുഭവമാണല്ലോ. അതുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് തരാതരം കൂട്ടുകൂടുന്നത് PDP പീഡിത ജനവിഭാഗമാണ് എന്നുള്ള നിങ്ങളുടെ നറേറ്റീവ് അപ്പൊ അവർ ചേഞ്ച് ചെയ്തു. ഹിന്ദു മഹാസഭ ചേഞ്ച് ചെയ്തോ? ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ കക്ഷി വന്നിട്ട് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് പിന്തുണ ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞോ? നിങ്ങൾ പോട്ടെ, അവരോട് ചോദിക്കാണല്ലോ, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞോ? SDPയുടെ വേണ്ടാന്ന് പറഞ്ഞോ? ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഹിന്ദു മഹാസഭയുടെ വേണോ വേണ്ടയോ? ഒരു ഹിന്ദു മഹാസഭയുടെയും വോട്ട് ആവശ്യമില്ല. ഒരു ഹിന്ദു മഹാസഭയും ഇവിടെ ഇല്ല. അതൊക്കെ RSS ലയിച്ചിട്ട് കാലം എത്രയായി അഭിലാഷേ?
അവിടെ ഏതോ വേഷം കെട്ടിയിട്ട് ആരോ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്, ഇതാണ് ഹിന്ദു മഹാസഭ. അപ്പൊ നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ അതിന് പിന്നാലേക്ക് പോവുകയാണ്. അല്ല, ഈ ഒരു വേഷം ഹിന്ദു മഹാസഭയുടെയും വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രശ്നമില്ല, എന്നാൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും രാഷ്ട്രീയ നിലപാടും ഇന്നലെയും ഇന്നുമെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വേഷം കെട്ടി ഫോട്ടോ പാർട്ടി ഓഫീസിൽ പലരും വരും, പല വേഷത്തിലും ആളുകൾ വരും. ഈ പല വേഷത്തിൽ വരുന്ന ആളുകളെ തിരിച്ചറിയണ്ടേ? മാരീജൻ മാനായി വന്നാൽ തിരിച്ചറിയണ്ടേ? ഈ വേഷം കെട്ടിയ കക്ഷിയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPM സംസ്ഥാന സെക്രട്ടറി, പോയിരുന്നു ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട്. അപ്പൊ ഈ ഫോട്ടോ എടുപ്പും പിന്നെ വേഷം കെട്ടി വരലോ ഒന്നും പുതിയ കാര്യമല്ല കേട്ടോ. ഇതെങ്ങനെയാണ് എല്ലാ തവണയും വേഷം കെട്ടി കറക്റ്റായിട്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ തന്നെ വരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞു പോവില്ലേ, അങ്ങനെയൊന്നും പറഞ്ഞു പോവില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ പലരും അവിടെ കാണാൻ വരും. ആ ആളുകളെല്ലാം അവിടെ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ഇന്നയാളാണോ, ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊന്നും കയറില്ല. പാർട്ടി നേതാക്കളെ കണ്ടാൽ പലരും സെൽഫി എടുക്കും, പലരും ഫോട്ടോ എടുക്കും. ശരി, അതെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് ഇന്ന ആളുകളെ മാത്രമേ അങ്ങോട്ട് കയറ്റുമെന്നും പറയുന്ന കാര്യമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉത്സവമാണ്, ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ സ്ഥാനാർത്ഥിയുമായി സെൽഫി എടുക്കുന്നുണ്ട്. അതൊന്നും ഒരു നിയന്ത്രണത്തിന്റെയും ഭാഗമായി തടയാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഏതെങ്കിലും മനോരോഗികൾ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്ന സംഘടന ആളാണ്, ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല അഭിലാഷേ. ശരി, ഓക്കെ. അതിൽ ശ്രീ നൗഷാദ് അലി അവരുടെ നിലപാട് പറഞ്ഞല്ലോ. ഇപ്പൊ നോക്കൂ, ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ എതിരാളികളാണ്, ഗോപാലകൃഷ്ണൻ പറയുന്ന BJPയുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ എതിരാളികളാണ്. നോക്കൂ, ഞാനൊരു വാചകം വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന UDF എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കുക എന്ന ചോദ്യം അതിനാലാണ് ഈ സമയത്ത് പ്രസക്തമാകുന്നത്. മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോഴാണ് അവരുടെ സാമന്തന്മാരായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് താലമേന്തി സ്വീകരിക്കുന്നത്. ജമാഅത്ത് രാഷ്ട്രീയത്തെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന ലീഗാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്നതിന് മുൻകൈയെടുക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ സഹോദര യാത്രയ്ക്ക് സ്വീകരണം നൽകി പരസ്യമായി തന്നെ ജമാഅത്ത് ബന്ധം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംഘപരിവാർ നറേഷനുകളെ സഹായിക്കുന്ന മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വർഗീയ ചാപ്പയടിക്കാൻ RSSന് ഏണി വെച്ചു കൊടുക്കുന്ന പണിയാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലീഗിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഈ പറയുന്നത് ഇത് റിസാല വാരികയാണ്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു പ്രബല സംഘടനയുടെ മുഖപത്രം ഇത്ര രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ്. അത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ അഭിലാഷേ, ഞാൻ ഇവിടെ ഇപ്പോൾ ഈ VK സനോജ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം ഇതിന് മുമ്പത്തെ ഊഴത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വഴിക്ക് വിടുകയാണ്. കാരണം CPM-ഉം ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ അതൊന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. കാരണം ഈ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സഹകരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയാണ്. അതിനെ തുടർന്നാണ് ആദ്യമായിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയത്. അന്ന് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനായിരുന്നു അവരുടെ രാഷ്ട്രീയ ഇടപെടൽ. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് CPM-ഉം ജനസംഘവും അടങ്ങുന്ന ജനതാ പാർട്ടിയും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ വന്നൊരു രാഷ്ട്രീയമാണ്. അതിനെ തുടർന്ന് ഈ 2016 വരെ, ഈ നരേന്ദ്രമോദിയുടെ 2ാം ഊഴം വരെയും വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷവും ഇവരുടെ ബന്ധം CPM-ഉമായിട്ടായിരുന്നു. അതിന് ശേഷമാണ് അവർ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടെടുക്കാൻ തുടങ്ങിയത്. അതൊക്കെ തെരഞ്ഞെടുപ്പിലെ പിന്തുണയാണ്. അതിനെ പ്രത്യയശാസ്ത്ര മാനങ്ങളിലേക്ക് നിങ്ങൾ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഈ മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ആസ്പെക്റ്റിനെ കുറിച്ചും കൂടെ പറഞ്ഞു. 2006 CPM അത് ഉപയോഗിച്ചതിനെ കുറിച്ചുള്ളൊരു ചോദ്യം നിങ്ങൾ ഉന്നയിച്ചിട്ട് അതിവിടെ വനരോധനമായിട്ട് കലാശിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ CPM എന്ന പാർട്ടി അവരൊന്ന് സ്വയം തിരിച്ചറിയണം. അവരാണ് എല്ലാ കാലത്തും പലതരത്തിലുള്ള രാജ്യദ്രോഹപരമായ നിലപാടുകളൊക്കെ എടുത്തത്. അവരുടെ ഇന്നും ജീവിക്കുന്ന മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ 1960കളിലെ പിളർപ്പിൻ്റെ കാലത്ത് അവരുടെ പാർട്ടി തരം താഴ്ത്തിയത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തദാനം നൽകി എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ CPM-ൻ്റെ ഒക്കെ പശ്ചാത്തലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ത്യ രാജ്യം വിഭജനം വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വിഭജനം പാടില്ല എന്ന് പറഞ്ഞു. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവാം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് എല്ലാ പ്രവിശ്യക്കും സ്വാതന്ത്ര്യം വേണമെന്നാണ്. അപ്പം ചരിത്രാതീത കാലം തൊട്ട് തന്നെ ഇവരൊക്കെ പലതരത്തിലുള്ള വിരുദ്ധ നിലപാടുകൾ കൈക്കൊണ്ട ആളുകളാണ്. അതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്തരത്തിൽ അവർ വിശദീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഇന്നത്തെ സമീപനങ്ങൾ. അതൊക്കെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഗൗരവതരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കേവല തെരഞ്ഞെടുപ്പിലെ പിന്തുണ എന്ന് പറയുന്നത് ഇതൊരു 9 വർഷമായിട്ട് ഭരിച്ച് മുടിച്ച് ഈ നാട്ടിൽ അവസാനത്തെ മനുഷ്യനെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്വന്തം മകൾ രേഖാമൂലം മാസപ്പടി വാങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളുടെ കേസുള്ള ഒരു മകളുടെ പിതാവ് കേരളം ഭരിക്കുകയാണ്. ആ ഭരണവും ആ മന്ത്രിസഭയൊക്കെ
എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് നെറികേടുകളുണ്ട് ഈ സംസ്ഥാനത്ത്. ഒരു വിഭാഗവും മലയോര ജനതയാവട്ടെ, തീരദേശ ജനതയാവട്ടെ, ഇടനാട്ടിൽ പാർക്കുന്നവരാവട്ടെ, കർഷകരാവട്ടെ, കർഷക തൊഴിലാളികളാവട്ടെ, അധ്യാപകരും ജീവനക്കാരും ആവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, യുവാക്കളാവട്ടെ, മഹിളകളാവട്ടെ, ഏത് വിഭാഗമാണ് ഈ സർക്കാരിൻ്റെ സേവനങ്ങളിൽ 9 വർഷത്തെ ഭരണത്തിൽ തൃപ്തരായിട്ട് കേരളത്തിലുള്ളത്? ഒരു വിഭാഗവും ഇല്ല. അതിൻ്റെയൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിക്കുന്ന മുന്നണിക്കും അത്തരത്തിലുള്ള പ്രതിഷേധ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാനും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആഗ്രഹം കാണും. അവരത് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെയൊന്നും വിലക്കേണ്ട കാര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ UDF-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ചില്ല. ഇത് പറയാൻ ഇവിടുത്തെ CPM-ന് ഒരു ധാർമ്മികത അർഹതയില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലും CPM-മാർ ഞങ്ങൾ മുമ്പ് എവിടെയും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ തിരുത്തുക സാധ്യമല്ല. അവർ ഉറക്കം നടിക്കുന്ന ആളുകളാണ്. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. അവരവിടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അതുവരെ BJP പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ ഇവർ സ്ഥാനാർത്ഥിയാക്കേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അസംബ്ലിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനൊരു ദേശീയ ശ്രദ്ധ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനൊക്കെ ഉണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇവിടെ BJP-യൊക്കെ എടുക്കുന്ന സമീപനം, അവരൊക്കെ പരസ്യമായിട്ട് കൈകോർക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെയൊക്കെ വ്യക്തമായ പ്രകടമായ ചിത്രങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. ഇത്തരത്തിലൊക്കെയുള്ള ഒരു വലിയ അവിശുദ്ധമായ ബാന്ധവത്തിനോടാണ് നിലമ്പൂരിലെ സാധാരണക്കാരായ മനുഷ്യർ പടവരുന്നത്. അവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് UDF-ന്റെ ആര്യടൻ ഷൗക്കത്ത് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഗൗരവതരമായ വിഷയങ്ങൾ അവിടെ ജനം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയ മുന്നേറ്റം ആര്യടൻ ഷൗക്കത്തിനുണ്ടാവും. അത്തരത്തിൽ മുന്നേറുന്നൊരു സ്ഥാനാർത്ഥിക്ക് പലതരത്തിലുള്ള പിന്തുണയും പല സമൂഹങ്ങളിൽ നിന്നുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് വിഭ്രാന്തിപ്പെട്ടിട്ടോ വേവലാതി പൂണ്ടിട്ടോ മലർന്നു കിടന്ന് തുപ്പിയിട്ടോ കാര്യമില്ല എന്ന് CPM-ന്റെ സ്നേഹിതരെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് അഭിലാഷ്. ശരി, ഓക്കെ. ഷിബി ഗോപാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ 2014 ജനുവരിയിൽ UDF സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഉദ്ധരിച്ചു. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുന്നില്ല, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം അങ്ങ് വായിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ 1957 ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ നിഗമനങ്ങളിലേക്ക് ആ അഫിഡവിറ്റ് എത്തിയിരിക്കുന്നത്. ആ 57 ഭരണഘടന പിന്നീട് ജമാഅത്തെ ഇസ്ലാമി മാറ്റി ആ ഘടകങ്ങളൊക്കെ അവർ തിരുത്തുകയും ചെയ്തു. അതിൽ താങ്കൾ വായിക്കാത്ത ഒരു ഭാഗമുണ്ട്. ഏത്? ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ. അത് പറയുന്നത്, നടത്തിയ അന്വേഷണങ്ങളിൽ ഇതുവരെ ഈ സംഘടന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുകൂടി ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടന അതിൻ്റെ ആശയത്തിൽ തീവ്രതയുണ്ട്, അതല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, പക്ഷേ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. ആ സംഘടന ഇപ്പോൾ UDF-നെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിനെ ഒരു മഹാപരാധമായി കാണേണ്ടതുണ്ടോ? ഈ സംഘടനയുമായി എത്ര കാലമായി RSS എൻഗേജ് ചെയ്യുന്നു? 1970-കളുടെ അവസാനം ജമാഅത്തെ ഇസ്ലാമി RSS എൻഗേജ്മെന്റ് ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. ഏറ്റവും ഒടുവിൽ 2022-23 കാലഘട്ടത്തിൽ RSS നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുമായി RSS എൻഗേജ് ചെയ്തിരുന്നു. അപ്പോൾ അപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ ഡയലോഗ് നടത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ നിരോധിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം വിലക്കിയിട്ടോ ഒന്നുമില്ലല്ലോ. എന്താണ് എൻ്റെ അഭിലാഷെ ഇങ്ങനെ വെള്ളപൂശാൻ പോകാൻ നോക്കുന്നത്? ഞാൻ വെള്ളപൂശാൻ പോയതല്ല, ചോദിച്ചതാണ്. NIA-യുടെ റിപ്പോർട്ട് വായിച്ചില്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസത്തെ NIA-യുടെ റിപ്പോർട്ട് ഒരുപക്ഷെ മാതൃഭൂമി അടക്കമുള്ള പലരും പ്രസിദ്ധീകരിക്കാതെ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. അതാണ് എലത്തൂരിലെ ട്രെയിൻ തീപിടിച്ചതുമായി ബന്ധപ്പെട്ട്, ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ട്, തീപിടിച്ചതല്ല, ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഷാരുഖ് സൈഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മൊഴി വന്നിരിക്കുന്നത്. ആ മൊഴി നിങ്ങളാരും പ്രസിദ്ധീകരിച്ചിട്ടില്ല, ആരും വെളിയിൽ കാണിച്ചിട്ടില്ല. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഘടനകളുടെ ഐഡിയോളജി, ആ ഐഡിയോളജി ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയെ സാംശീകരിച്ചുകൊണ്ട് ഞാനൊരു ഉത്തമ മുസ്ലിം ആവണമെങ്കിൽ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം, ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിൻ കത്തിക്കാൻ വേണ്ടി വന്നത്. ട്രെയിൻ കത്തിച്ചത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. നിങ്ങളാരും അത് പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയും ഈ അഫിഡവിറ്റ് കൊടുത്തത്. ഇനി നാളെ ഉമ്മൻചാണ്ടിയുടെ ടീമുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഭരണഘടനാ വിരുദ്ധമായ
ഒരു പ്രസ്ഥാനവുമായിട്ട് ഭരണഘടനയെ തലയിൽ വെച്ച് 24 മണിക്കൂറും ഭരണഘടന എന്ന് പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്തു പോയ ഒരു സംഘടന രാഷ്ട്രീയമായ സഖ്യമുണ്ടാക്കുന്നത് ശരിയാണോ? നമ്പർ 1 എൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉത്തരം പറയണം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു RSS ആയ ഡയലോഗ്. RSS ആയ ഈ ഇന്ത്യയിലെ ഏത് സംഘടനകളുമായിട്ടും ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംവാദം നടത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ സംവാദം നടത്തും, എല്ലാവരുമായിട്ട് സംവാദം നടത്തും, ആരുമായിട്ട് സംവാദം നടത്തും. ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ ദേശീയത, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാജ്യസ്നേഹം, ഞങ്ങളുടെ ഭാരതത്തോടുള്ള കാഴ്ചപ്പാട് ഇത് ലോകം മുഴുവനും പറയും, അത് എല്ലാ സംഘടനകളും പറയും. അത് പറയലാണ് ജനാധിപത്യം. എന്നാൽ അതേ സമയത്തോ ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ നിർമ്മിതി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമുണ്ടാക്കുക, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളെ എല്ലാം നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭരണഘടന മനുഷ്യനിർമ്മിത, അതിനെ നിരാകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഭരണഘടനയെ നിരാകരിക്കുന്ന ഒരു ഇസ്ലാമിക് രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നേരിട്ട് ഇതൊന്നും ചെയ്തു എന്ന് വരില്ല. ആ പ്രസ്ഥാനത്തിന് ആവേശം കൊടുത്ത മദനിക്ക് ആവേശം കൊടുത്തത് ആരാ? മദനിക്ക് ആവേശം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയ. തടിയൻ്റെ ഇവിടെ നസീറിന് ആവേശം കൊടുത്തത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയ. അപ്പം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നത്തെയും തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ ഇന്റലിജൻസി ആണെങ്കിൽ ആ സംഘടനയുമായിട്ട് തന്നെ എൻഗേജ് ചെയ്യണം എന്ന് എന്താണ് ഇപ്പൊ നിർബന്ധം? ഇവിടുത്തെ സുന്നി സംഘടനകളുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയോ പോട്ടെ മുസ്ലിം ലീഗിനെയോ അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയോ ഒക്കെ വിളിച്ചിട്ട് അങ്ങ് എൻഗേജ് ചെയ്താൽ പോരെ? RSSന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടാണല്ലോ സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ളത്. അപ്പൊ അവരവരുടെ കാര്യം പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയും. അപ്പൊ നിങ്ങൾ ഡയലോഗ് നടത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത്രയും വലിയ പ്രശ്നക്കാരാണെങ്കിൽ അതിന് പോണോ? ഒന്നാമത്തേത്. രണ്ടാമത് ഒറ്റക്കാരും കൂടിയുണ്ട്. 75-77 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലത്ത് നിങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും എല്ലാം ഒരുമിച്ചാണല്ലോ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചത്. നരേന്ദ്രമോദി അക്കാലത്തെ ജയിൽവാസത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെക്കുറിച്ച് രസകരമായി കുറിപ്പെഴുതിയിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഓർക്കുന്ന ഏക മുസ്ലിം സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. അദ്ദേഹം പറയുന്നത് റംസാൻ മാസത്തിൽ തടവിൽ കഴിയുന്ന കാലത്ത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നോമ്പെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് എല്ലാവർക്കും നോമ്പെടുക്കണമല്ലോ. അപ്പോൾ ആ നോമ്പെടുക്കാൻ പുലർച്ചെ അവരെ എണീക്കും രാവിലെ അത്താഴം കഴിക്കാൻ. അതിനു മുമ്പേ എഴുന്നേറ്റ് അത്താഴം പാകം ചെയ്യുന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ മാനുഷികമാണ്, ഞാൻ അതിൽ തെറ്റൊന്നും പറയല്ല കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നിരുന്നിട്ട് ഇവര് ആഗോള ഭീകരവാദമാണ്, ഇവരെ ഒരു തരത്തിലും 100 മീറ്റർ അടുത്ത് പോലും നിർത്തരുതെന്ന് പറയുമ്പോഴാണ് ചോദ്യം. എൻ്റെ അഭിലാഷേ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുഴുവനും റോട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്ന് RSS പറഞ്ഞിട്ടില്ലല്ലോ, BJP പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. സംവാദം നടത്താനും ജനാധിപത്യ പ്രക്രിയയിൽ സംവാദം നടത്താനുള്ള അവകാശമുണ്ട്. അത് സുന്നി ആയിട്ടുണ്ട്, ഷിയ ആയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുണ്ട്, ആരുമായിട്ടും സംവാദം നടത്താം. കണ്ട മിണ്ടരുത്, സംസാരിക്കരുത്. ഇങ്ങനത്തെ അതൊക്കെ ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഞങ്ങൾക്കതില്ല. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടെ അല്ല ഞങ്ങളാരും ജീവിക്കുന്നതും സമീപനം എടുക്കുന്നതും. ആ സമീപനം ആർക്കാ? ആ സമീപനമുള്ളത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാരനുമാണ്. അതുകൊണ്ടാണ് ഗവർണർ ഒരു കാവ്യ പതാക വെച്ച RSSൻ്റെ ഒരാൾ വന്നിരിക്കുന്നു, ഗവർണർ, അയാളെ നോക്കണം. RSSൻ്റെ ഒരാളെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ഗവർണറുടെ PA ആയിട്ട്, അയാളെ ശ്രദ്ധിക്കണം. RSSൻ്റെ ഒരാളെ ഇവിടെ ഡയലോഗ് സംസാരിക്കാൻ വിളിച്ചിരിക്കുന്നു, അവിടെ പോകാൻ പാടില്ല. RSS പറയുന്ന ഡയലോഗ്, RSSുമായിട്ട് ഒരു സംവദിക്കാൻ വേണ്ടി തയ്യാറാണോ CPM എന്ന് വെച്ചാൽ RSSകാർ ഞങ്ങളില്ല, കോൺഗ്രസ് ഞങ്ങളില്ല, യഥാർത്ഥ ഫാസിസ്റ്റുകൾ അവരാ. ഞങ്ങളെല്ലാവരുമായി സംവദിക്കുന്ന, രാവിലെ എഴുന്നേറ്റിട്ട് അവർ നിസ്കരിക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കും. അത് വേറെ, ഇത് വേറെ. ഇവിടെ രാഷ്ട്രീയ സഖ്യമാണ്, അസോസിയേറ്റഡ് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് രാഷ്ട്രീയ സഖ്യമാണ്. ഈ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ബോധവുമില്ലാതെയാണ് കോൺഗ്രസിൻ്റെ നൗഷദ് അലി പറയുന്നത് ഇത് പ്രിയങ്ക ഗാന്ധിയുടെ എന്താ പറയുക ലോക്സഭാ മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ബാന്ധവം ഉണ്ടാവാൻ പോകുന്ന, അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാണ്, കോൺഗ്രസ് CPM ഒരുമിച്ചാണ്. നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങൾ? സോണിയാഗാന്ധിയുടെ കൈ പിടിച്ചിട്ടാണ് പ്രകാശ് കാരാട്ട് നടക്കുന്നത് ഡൽഹിയിൽ. നിങ്ങൾ ആദ്യം പോയിട്ട് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ. എൻ്റെ പോയിന്റ് അതൊന്നുമല്ല. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഈ ഭരണഘടനയെ എതിർക്കുന്ന
രാജ്യവിരുദ്ധത കൊണ്ടുവരുന്ന, രാജ്യദ്രോഹം പ്രചരിപ്പിക്കുന്ന, ഒരു മതപരമായ രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. അവരുമായിട്ടാണ് കോൺഗ്രസിന് ബന്ധം. ഞാൻ തീർക്കട്ടെ. അംഗീകരിക്കുന്നുണ്ടല്ലോ. ഒരു സിനിമയിൽ കലാഭവമണി ജയറാമിനോട് പറയുന്നുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും കൈകൊണ്ടെടുത്തിട്ടുണ്ടല്ലോ, സന്തോഷം പറയുന്ന പോലെയാണ്. അതെ. അല്ല, ഞാൻ അതൊക്കെ ഇവരിപ്പം നിഴലിലാണല്ലോ എന്ന്. ഇവരിവിടെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട്, ഇപ്പൊ വേറെ വല്ല കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ ഇതൊക്കെ എന്നേ താലിബാനെ പോലെ ആയാനെ. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നിഴലിൽ നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എത്ര ബിജെപി നേതാക്കൾ ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കെടുത്താൽ മതി. അതിലെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് പോയത് വിഷയം മാറിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക, ഒരു സെക്കൻഡ്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗാസയുടെ വേഷം കെട്ടിയ, ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗാസയുടെ പാലിസ്ഥാൻ വേഷം കെട്ടിയ ഇടതുപക്ഷക്കാരൻ പഹൽഗാമിൽ നീതിക്ക് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവന്നപ്പോൾ അവിടെ സമാധാനം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ അനുകൂലമായി നിന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ ഞങ്ങൾക്ക് വരാമായിരുന്നു. ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 8:25 വരെ നമ്മുടെ നാട്ടിൽ 2 ഹിന്ദു മഹാസഭയാണുള്ളത്. ഒന്ന് തോക്കുസ്വാമിയുടെ ഹിന്ദു സഭ, പിന്നെ ഒന്ന് ബീഫ് സ്വാമിയുടെ ഹിന്ദു മഹാസഭ. കൂടുതൽ ഹിന്ദു മഹാസഭ ഉണ്ടോ എന്ന് പിന്നെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തോക്കുസ്വാമി ഇന്ന് പറഞ്ഞത് സ്വരാജ് സനാതനികളെയും ഹിന്ദുക്കളെയും വ്രണപ്പെടുത്തി, അയ്യപ്പനെ കുറിച്ച് മോശം പറഞ്ഞു, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും ഹിന്ദുക്കൾക്ക് എതിരായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സ്വരാജിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഒരു ഹിന്ദു മഹാസഭ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതായത് അത് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു, അതങ്ങനെ നടന്നോട്ടെ എന്നാണോ, അതോ അതിനെന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ വേഷം കെട്ടിയിട്ട് കുറേ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് അതും ഇതും പറയുന്നത്. നിങ്ങളെപ്പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ അതൊന്നും കോട്ട് ചെയ്യാൻ പാടില്ല. അവരെല്ലാം അങ്ങേയറ്റത്തെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയൂ. അവരുമായിട്ടൊന്നും യാതൊരുവിധ രാഷ്ട്രീയ സഖ്യത്തിനോ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നീക്കുപോക്കിനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവുകയില്ല, തയ്യാറായിട്ടുമില്ല. അതെല്ലാം അവരുടെ ജൽപ്പനം മാത്രമായി തള്ളിക്കളയാണ്. നേരത്തെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമിയും RSSും പരസ്പര സഹായ സംഘങ്ങളാണ്. എന്താ സംശയം? ജമാഅത്തെ ഇസ്ലാമി നേരത്തെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ആ ഭാഷ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും അങ്ങനെ പറയാത്ത കാര്യമൊന്നും ഇവിടെ പറയുന്നത്. ഇവിടെ ആര് പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സംസാരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായ കാര്യം പറയുന്നത് ആ രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ലത്. അറിയാത്ത കാര്യം പറയുന്നത് വിളിച്ചു പറയരുത്. ജമാഅത്തെ ഇസ്ലാമി അല്ലത്, ജമാഅത്തെ ഇസ്ലാമി അല്ലത്. നിങ്ങളത് പറയാൻ പാടില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടിയേർന്നവരാണ് RSS, BJP. മനസ്സിലായില്ലേ? ഇന്ത്യ വിഭജന കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഹിന്ദുത്വ രാഷ്ട്രം RSS പറയുന്നു. ഈ രണ്ടു കൂട്ടരെയും പടപൊരുതി തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി മാറിയത്. രണ്ടു കൂട്ടർക്കും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും പുച്ഛമാണ്. മനസ്സിലായില്ലേ? ഇവരോടെല്ലാം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരതരായ നേതൃത്വം ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന സങ്കല്പം ഇവിടെ ഉണ്ടാക്കിയത്. അതിന്റെ അസ്വസ്ഥത ഇവർക്ക് കാണും. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഇവർ യോജിക്കും എന്ന് നമ്മൾ കണ്ടുകൊള്ളണം. അതാണ് നമ്മളിപ്പോൾ കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള CPM-കാരനായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുന്ന ഘട്ടത്തിൽ തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വൃത്തികെട്ട രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയത് ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടി BJP ആണ്. അതൊന്നും മറന്നു പോകില്ല. സമയം കഴിഞ്ഞുപോയി. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മദനി അടക്കമുള്ള
ഇന്ത്യയുടെ ഭീകരവാദി, ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരവാദികളുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരാണ്. ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലഘട്ടത്തിലും. കാരണം നിങ്ങൾക്ക് രാജ്യം വേണ്ടാത്തവരാണ്, നിങ്ങൾക്ക് രാജ്യം വേണ്ടാത്തവരാണ്, രാജ്യത്തെ നിഷേധിച്ചവരാണ് നിങ്ങൾ, രാജ്യം വേണ്ടാത്തവരാണ് നിങ്ങൾ, രാജ്യം വേണ്ടാത്തവരാണ് നിങ്ങൾ, രാജ്യദ്രോഹികളാണ് നിങ്ങൾ, ബ്രിട്ടീഷുകാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരാണ്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതിനൊന്നും സമയമില്ല. എന്തായാലും നിലമ്പൂരിലെ വിഷയങ്ങൾ സാമുദായിക വിഷയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയുക, രാഷ്ട്രീയമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിഷയങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശിക്കാം. ഈ എപ്പിസോഡ് കഴിയട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.